പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റൈസ് റെസിപ്പി കണ്ടു നോക്കിയാലോ. സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. അഫ്ഗാനി പുലാവാട്ട റെഡിയാക്കി എടുക്കുന്നത് 2 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 750 ഗ്രാം ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എല്ലില്ലാത്തതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 പീസ് പട്ട, 5 ഗ്രാമ്പു, 3 ഏലക്കായ, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് സാജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്താലും മതി. അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഈ ഒരു റൈസിന് സവാള നല്ല ഗോൾഡൻ കളറാവുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അതാണ് ഈ ഒരു റൈസിൻ്റെ ഹൈലൈറ്റ്. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളറായി വരുമല്ലോ, ആ രീതി കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഈ ഒരു പിങ്ക് ഷെയ്ഡ് മാറി ഒരു വൈറ്റ് കളറാവുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ അതിപ്പോൾ തന്നെ ഏകദേശം ചേഞ്ചായി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒക്കെ വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് റൈസിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ 2 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ വാട്ടർ തന്നെയാണ്, ചൂടുവെള്ളം ഒന്നുമല്ല. അതൊരു 4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്നൊരു ഏകദേശം 1 കപ്പ് അതിൽ നിന്ന് കുറഞ്ഞ് പോകട്ടോ. അതുകൊണ്ടാണ് 4 കപ്പ് തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് ഈ ചിക്കൻ ഇതിൽ കിടന്നിട്ട് വേവണം. ഏകദേശം 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പം ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം ആ ഒരു ചിക്കൻ നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റണം കേട്ടോ. ചിക്കൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി റൈസ് ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇതിൽ കിടന്നിട്ട് തന്നെ വേവിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിലൊക്കെ ചിക്കൻ്റെ ആ ടേസ്റ്റും കൂടെ വരും. അപ്പോൾ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ചിക്കൻ വലിയ പീസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കട്ടെ. ഞാൻ ചെറിയ ചെറിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ വെന്ത് കിട്ടൂല. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ആ ഒരു സമയം വേറൊരു പാൻ ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് കാരമലാക്കി എടുക്കുക. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് കാരമലാക്കി എടുക്കുക. ആ ഒരു പഞ്ചസാരയൊക്കെ കാരമലായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് ചെറിയ പീസായിട്ട് നീളത്തിൽ അരിഞ്ഞതും, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ എടുക്കുക. അതേപോലെ കറുത്ത മുന്തിരി ഉണ്ടാവില്ലേ, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. അപ്പോഴേക്ക് ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി വരികയും ചെയ്യും. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഈ ഒരു സംഭവം ആ ഒരു റൈസിലേക്ക് മിക്സാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു മധുരവും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതവിടെ മാറ്റി വയ്ക്കുക. ഇനി സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ 1/4 കപ്പ് നെയ്യ് ഉപയോഗിച്ചില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് പകുതിയാക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. മുഴുവൻ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യിലാകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു നെയ്യിൽ ആ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു സമയം ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. റൈസ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇതിലിട്ടിട്ട് ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ചിക്കനിൽ നെയ്യിൻ്റെ ഫ്ലേവർ കൂടെ വരുമ്പോൾ കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും ഈ ഒരു കളറാക്കി എടുക്കുക. അപ്പോഴേക്കും റൈസും നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു റൈസിൻ്റെ മുകളിൽ റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കണം. റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം. റൈസൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ചെറിയ തീയിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ചിക്കൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. ഈ ബ്ലാക്ക് മുന്തിരി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർമൽ മുന്തിരി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. റൈസ് പൊടിഞ്ഞു പോവാതെ ഇതുപോലത്തെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും ചിക്കനും ഈ ഒരു ക്യാരറ്റിൻ്റെയും ഒക്കെ മിക്സ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവട്ടെ ഈ രീതിയിൽ നിങ്ങൾ അഫ്ഗാനി പുലാവ് റെഡിയാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ.
ഈ ഒരു റൈസിൻ്റെ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്